റോബോട്ടുകളും കൃഷി ചെയ്യാൻ തുടങ്ങിയോ? റോസാപ്പൂ എണ്ണയും കറുത്ത ഉപ്പും ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് അറിയാതെ പോകല്ലേ. കുട്ടികളുടെ ഫേവറേറ്റ് കിൻഡർ ജോയ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? കറുത്ത ഉപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എല്ലാ മുന്തിരികളും വൈനാക്കാൻ കഴിയുമോ? പെട്രോളിൽ നിന്നും മുഖത്ത് തേക്കാൻ ക്രീം ഉണ്ടാക്കാൻ കഴിയുമോ? തുടങ്ങിയ രസകരമായ രഹസ്യങ്ങളുടെ ഫാക്ച്വൽ ഉത്തരങ്ങൾ എന്തൊക്കെയാണെന്നറിയണ്ടേ? രുചികരമായ ഫ്രൂട്ടി, റോസ് ഓയിൽ, ഓട്സ് എന്നിവ പാടങ്ങളിൽ നിന്നും പറിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങി ഒട്ടേറെ ഫാക്ടറികളിൽ നടക്കുന്ന കാഴ്ചകൾ കണ്ടു നോക്കാം. എല്ലാവർക്കും ഫാക്സ് മോജോയിലേക്ക് സ്വാഗതം. നമ്പർ 10, ജോയ്ഫുൾ ചോക്ലേറ്റ് നിർമ്മാണം. ഇന്നത്തെ കുട്ടി കുറുമ്പുകളെ അടക്കി നിർത്തുവാൻ ന്യൂ ജനറേഷൻ പേരൻസിന്റെ പ്രധാന ആയുധമാണ് കിൻഡർ ജോയ്. എന്നാൽ നമുക്കൊരു കിൻഡർ ജോയ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോയാലോ? ഏറ്റവും ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കലാണ്. ഇതിനുവേണ്ടി കൊക്കോ പൗഡറും മിൽക്ക് പൗഡറും ഷുഗറും ഒരു പ്രത്യേക അനുപാതത്തിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഒരു ദിവസത്തിന് ശേഷം രുചികരമായ വൈറ്റ് ചോക്ലേറ്റായി ഈ മിശ്രിതം മാറുന്നു. ചോക്ലേറ്റ് ബോൾസ് നിർമ്മാണമാണ് അടുത്ത ഘട്ടം. ഇൻഡസ്ട്രിയൽ മിക്സർ എന്ന മിക്സിംഗ് മെഷീനിലേക്ക് ചോക്ലേറ്റ് ചിപ്സിന്റെ ഒപ്പം ചോക്ലേറ്റ് ഒഴിച്ച് കറക്കിയെടുക്കുന്നതാണ് ഈ പ്രോസസ്സ്. കൂടുതൽ കട്ടിയുള്ള ലിക്വിഡ് ചോക്ലേറ്റ് കൂടി ഒഴിച്ച് ഒരു ദിവസം കഴിഞ്ഞ് അടിപൊളി ചോക്ലേറ്റ് ബോൾസ് നമുക്ക് പുറത്തെടുക്കാം. ഇനി പാക്കിംഗ് കൂടിയേ ബാക്കിയുള്ളൂ. പാക്കിംഗ് ട്രേകളിലേക്ക് പ്ലാസ്റ്റിക് മോൾഡുകൾ വിരിച്ചു വെക്കുന്നു. പൂർണ്ണമായും മെഷീൻ ഉപയോഗിച്ച് ഓരോ പ്ലാസ്റ്റിക് കേസുകളിലും ടാങ്കുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റും ചോക്ലേറ്റ് ബോൾസും നിറയ്ക്കുന്നു. അതിനു മുകളിലേക്ക് കിൻഡർ ജോയിയുടെ മാത്രം സ്പെഷ്യൽ ടോയ്സ് കൂടി ലെയർ ചെയ്യുന്നു. പേപ്പർ സ്പൂണ് കൂടി ഉണ്ടാക്കി എല്ലാം കൂടി ഒരുമിച്ച് പ്രസ് ചെയ്ത് പാക്ക് ചെയ്യുന്നതും മെഷീൻ തന്നെയാണ്. ഇവിടെ ഒരു ജോയ്ഫുൾ ലൈക്ക് ഇട്ടേക്കണേ. നമ്പർ 9, റോസാപ്പൂ എണ്ണ. റോസ് ഫ്ലവറിന്റെ കാലം വാലന്റൈൻസ് ഡേ മാത്രമാണോ ഗൈസ്? ലോക വിപണിയിൽ വൻ വിലപിടിപ്പുള്ള ധാരാളം സൗന്ദര്യവർദ്ധക പ്രോഡക്ട്സ് ഈ സുന്ദരി പൂവിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം. അതിലൊന്നാണ് റോസ് എസെൻഷ്യൽ ഓയിൽ. സംഗതി തുടങ്ങുന്നത് വിശാലമായ റോസ് ഫ്ലവർ പാടങ്ങളിൽ നിന്നും തന്നെയാണ്. പൂർണ്ണമായും വിരിഞ്ഞ റോസ് ഫ്ലവറുകൾ വിളവെടുക്കുന്നത് തന്നെ ഒരു അടിപൊളി പരിപാടിയാണ്. ഇങ്ങനെ ശേഖരിച്ച പൂക്കൾ മുഴുവൻ ഫാക്ടറികളിലേക്ക് എത്തിച്ചാൽ പണി തുടങ്ങി. ഈ പൂക്കൾ മുഴുവൻ വലിയ ടാങ്കുകളിലേക്ക് മാറ്റുന്നു. വലിയ ഡിസ്റ്റിലേഷൻ ടാങ്കുകളാണിവ. വലിയ ചൂടിൽ ഈ ടാങ്കുകളിൽ കിടന്ന് നമ്മുടെ പൂക്കൾ ഉരുകി ആവിയാകുന്നു. ഈ ആവി പുറത്തേക്ക് പോകാതെ ഒരു തണുത്ത പ്രതലത്തിലൂടെ കയറ്റിവിടുമ്പോൾ തുള്ളി തുള്ളിയായി അടിപൊളി റോസ് ഓയിൽ നമുക്ക് കിട്ടുന്നു. ഡിസ്റ്റിലേഷന് ശേഷം ഈ ഓയിൽ കുപ്പിയിലേക്ക് നിറയ്ക്കുന്നതും മെഷീൻ തന്നെയാണ്. ഭംഗിയുള്ള കുപ്പികളിൽ നിറച്ച റോസ് ഓയിൽ മാർക്കറ്റിലേക്ക് ഉയർന്ന വിലയ്ക്ക് പോകുന്നു. മാർക്കറ്റിൽ നിലവിലെ റോസ് ഓയിലിന്റെ വില അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ. നമ്പർ 8, ഓട്സ് മേക്കിംഗ് പ്രോസസ്. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇന്ന് കൂടുതൽ ആളുകളും ഓട്സ് ഉണ്ടാക്കാനേ തയ്യാറാവുകയുള്ളൂ. അത്രത്തോളം നമ്മുടെ ഭക്ഷണശീലങ്ങളിലേക്ക് ഓട്സ് കടന്നു വന്നിട്ടുണ്ട്. ഓട്സ് കഴിക്കുന്നത് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ഉത്തമ മാർഗമാണ്. ധാരാളം ഫൈബർ അടങ്ങിയ ഓട്സ് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഓട്സ് ഉണ്ടാക്കുന്നത് നെല്ല് പോലെയുള്ള ഓട്ട് ഗ്രെയിൻസ് ചെടിയിൽ നിന്നാണ്. വലിയ പാടങ്ങളിൽ നിന്നും ഈ ഗ്രെയിൻസ് ആദ്യം വിളവെടുക്കുന്നു. വിളവെടുപ്പിന് ശേഷം ഇവ ഓട്സ് മേക്കിംഗ് ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആദ്യം ഒരു മൂവിംഗ് ട്രേയിലേക്ക് നിക്ഷേപിക്കുന്നു. ഇംപ്യൂരിറ്റികൾ നീക്കം ചെയ്ത് ഹൈ ക്വാളിറ്റി ഗ്രെയിൻസ് വേർതിരിച്ചെടുക്കാനാണ് ഇത് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വലിയ സ്റ്റീമറിലേക്ക് പോകുന്ന ഓട്ട് ഗ്രെയിൻസ് തിരിച്ചു വരുന്നത് കട്ടിങ്ങിനും ക്രഷിങ്ങിനും തയ്യാറായിട്ടാണ്. സ്റ്റീമറിൽ വെച്ച് ഓട്സിന്റെ പുറത്തെ തോട് മുഴുവനായും നീക്കം ചെയ്യുന്നു. കട്ടിംഗ് മെഷീനിലൂടെ ഓട്ട് ഗ്രെയിൻസ് കട്ട് ചെയ്ത് പുറത്തെടുക്കുന്നു. ശേഷം ഒരു സിലിണ്ടറിക്കൽ ഗ്ലാസ് ചേംബറിലൂടെ ഓട്ട് ഗ്രെയിൻസ് ഫൈൻ പ്രോസസ്സിംഗിനും ടോസ്റ്റിംഗിനും വേണ്ടി കടത്തിവിടുന്നു. അവസാനം ലാബിൽ വെച്ച് ഓട്സിന്റെ ക്വാളിറ്റി കൂടി ചെക്ക് ചെയ്യുന്നു. മെഷീനുകൾ തന്നെയാണ് ഓട്സ് പാക്ക് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കുന്നതും. ഓട്സ് പ്രേമികളുണ്ടോ ഇവിടെ? നമ്പർ 7, ക്രീമി പെട്രോൾ. പെട്രോൾ കേവലം വാഹനങ്ങൾ ഓടിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ? നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ധാരാളം വസ്തുക്കൾ പെട്രോളിയത്തിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഇതിലൊന്നാണ് പെട്രോളിയം ജെല്ലി. നമ്മുടെ വേദനയ്ക്കുള്ള ഓയിൻമെന്റുകൾ, മുഖത്ത് തേക്കുന്ന ഫേസ് ക്രീമുകൾ ഇവയ്ക്കെല്ലാം ബേസായി ഉപയോഗിക്കുന്നത് പെട്രോളിയം ജെല്ലിയാണ്. ഇങ്ങനെയുള്ളതിൽ ഏറ്റവും ഫേമസ് നമ്മുടെ വാസ്ലിൻ ക്രീം തന്നെയാണ്. വലിയ ഹീറ്റിംഗ് ചേംബറുകൾ ഉപയോഗിച്ചാണ് ക്രീമിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ ചേംബറുകളിലേക്ക് റോ മെറ്റീരിയൽസ് ആയ പാരഫിൻ വാക്സ് ഇടുന്നു. ഇത് ഉരുകി വരുമ്പോഴേക്കും മിനറൽ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നതാണ് വാസ്ലിൻ മേക്കിംഗ് പ്രോസസ്. ഈ സ്റ്റേജിൽ ഏതെങ്കിലും പ്രത്യേകമായ മണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ പെർഫ്യൂം ഓയിൽ കൂടി ആഡ് ചെയ്താൽ മതി. ഈ മിശ്രിതം തണുപ്പിച്ചു കഴിഞ്ഞാൽ കട്ടിയുള്ള വാസ്ലിൻ ക്രീം റെഡി. നമ്പർ 6, ഉണങ്ങും തോറും രുചി കൂടും. നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു വിദേശിയുടെ കഥയാണിനി. പേര് ഫിഗ്. മലയാളത്തിൽ അത്തിപ്പഴം എന്നൊക്കെ ഇവനെ വിളിക്കാറുണ്ട്. വളരെയധികം ഗുണങ്ങളുള്ള ഈ പഴം ആളുകൾ കഴിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടാണ്. എങ്ങനെയാണ് ഡ്രൈ ഫിഗ് ഉണ്ടാക്കുന്നത്? മരത്തിൽ നിന്നും ഈസിയായി പറിച്ചെടുക്കാൻ കഴിയുന്ന ഫിഗ് പഴങ്ങൾ മെഷീൻ ഉപയോഗിച്ച് ശേഖരിച്ച് ഫാക്ടറികളിൽ എത്തിക്കുന്നു. കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ട് ബാക്കി അവശിഷ്ടങ്ങളെ നീക്കം ചെയ്യുന്നു. ശേഷം തൊഴിലാളികൾ ഇതിന്റെ വലിപ്പത്തിനനുസരിച്ച് പഴങ്ങൾ തിരിഞ്ഞ് ഡ്രൈയിങ് സെക്ഷനിൽ എത്തിക്കുന്നു.
ആദ്യം ധാരാളം വെള്ളമൊഴിച്ച് വൃത്തിയാക്കി എടുക്കുന്നു. അതിനുശേഷം ഇവ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇവ കൂടുതൽ നാളുകൾ സൂക്ഷിച്ചു വെക്കുവാനും എല്ലാത്തരം ബാക്ടീരിയകളും ഇംപ്യൂരിറ്റീസും ഒഴിവാക്കാനുമായി കെമിക്കൽ വാട്ടർ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു. ശേഷം സാധാരണ വെള്ളത്തിലും കഴുകിയെടുക്കുന്നു. ഇങ്ങനെ കഴുകുന്നത് പാക്കിംഗ് എളുപ്പമാക്കുന്നു. തൂക്കം നോക്കി പ്ലാസ്റ്റിക് കവറുകളിലേക്ക് പാക്ക് ചെയ്യുന്ന ഡ്രൈ ഫിഗ് ഫ്രൂട്ട്സ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒന്നാന്തരം ഐറ്റമാണ്. നമ്പർ 5. കറുത്ത പൊന്ന്. കറുത്ത ഉപ്പെന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാവരുടെയും ധാരണ ഇത് ഖനികളിൽ നിന്നും ഉണ്ടാക്കുന്നതാണെന്നാണ്. ഹിമാലയൻ സോൾട്ട് ആണ് പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നത്. എന്നാൽ ബ്ലാക്ക് സോൾട്ട് ഉണ്ടാക്കുന്നത് തികച്ചും വ്യത്യസ്തമായാണ്. ആദ്യം ചെളി കുഴച്ച് ബലൂണിന്റെ രൂപത്തിലുള്ള മൺകുടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. ഈ കുടങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നു. അതിനുശേഷം കുടങ്ങൾ പ്രത്യേക രീതിയിൽ അടുക്കി വെച്ച് ചൂള തയ്യാറാക്കുന്നു. ഈ സമയം ഇതിനു വേണ്ടിയുള്ള മിശ്രിതം തയ്യാറാക്കലാണ്. കല്ലുപ്പ്, കറുകപ്പട്ട, വേരുകൾ, ചാർക്കോൾ എന്നിവ ചേർത്ത മിശ്രിതം തയ്യാറാക്കിയെടുക്കുന്നു. ഇത് ചൂളയിലേക്കിടുന്നു. ഈ ചൂടിൽ കിടന്ന് അവ പരുവപ്പെടുന്നു. ഒരു ദിവസത്തിനു ശേഷം ഇത് പുറത്തെടുക്കുന്നു. അങ്ങനെ നമ്മുടെ കറുത്ത ഉപ്പ് തയ്യാറായി. കറുത്ത ഉപ്പ് ഷുഗർ നിയന്ത്രിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വളരെയധികം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമ്പർ 4. ഒരു ടെക്കി അഗ്രികൾച്ചർ. പണ്ടൊക്കെ ഒരുപാട് സമയം അധ്വാനം വേണ്ട കാര്യങ്ങൾ ഇപ്പോൾ റോബോട്ടുകൾ നിമിഷ നേരം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. റോബോട്ടുകൾ കൃഷി കൂടി ചെയ്യാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? കോളിഫ്ലവർ ഫാമിലിയിൽപ്പെട്ട മറ്റൊരു പച്ചക്കറിയാണ് ബ്രോക്കോളി. ധാരാളം വൈറ്റമിനുകൾ അടങ്ങിയ ഈ പച്ചക്കറി നമ്മുടെ ഭക്ഷണമേശകൾ കീഴടക്കി വരുന്നതേയുള്ളൂ. ഓരോ ചെടിയിലേക്കും നീളുന്ന വലിയ ട്യൂബുകൾ ഉപയോഗിച്ച് ചെടി പോലും അറിയാതെ ബ്രോക്കോളി വിളവെടുക്കുന്ന ഈ മെഷീൻ കണ്ടില്ലേ? KMS മെഷീൻ എന്ന് പേരായ ഇവൻ ഒരു റോബോട്ടിക് ടെക്നോളജി മെഷീനാണ്. ചെടികൾക്ക് കേടുപാടുകൾ വരുത്താതെ ഈസിയായി വിളവെടുപ്പ് നടത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ധാരാളം മറ്റ് മെഷീനുകളും ഇവിടെയുണ്ട്. റോബോ വെജ് എന്ന ഈ മെഷീൻ വിപണി മൂല്യമുള്ള ബ്രോക്കോളി മാത്രം തിരഞ്ഞു വിളവെടുക്കാൻ കഴിവുള്ളവനാണ്. അതുപോലെ ബെൽറ്റുകൾ ഉപയോഗിച്ച് സ്പീഡിൽ ബ്രോക്കോളി മുഴുവനായും വിളവെടുക്കാൻ കഴിയുന്ന മെഷീനുകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. സബ്സ്ക്രൈബ് ഇടാൻ മറക്കല്ലേ. നമ്പർ 3. മുന്തിരികൾ ഗ്ലാസ്സിലേക്ക്. ഒരു ഗ്ലാസ് വൈൻ കുടിച്ചു തീർക്കാൻ അത്ര നേരമൊന്നും വേണ്ട. പക്ഷേ ഒരു ഗ്ലാസ് വൈൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കും. വൈൻ നിർമ്മിക്കാൻ മുന്തിരി ചെടികൾ നടന്ന പ്രോസസ്സാണ്. പഴയ ചെടികളുടെ കമ്പുകൾ മുഴുവൻ ശേഖരിച്ച് പ്രത്യേകം കെമിക്കലുകൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഈ പ്രോസസ്സ്. ശേഖരിച്ച കമ്പുകൾ ഒരേ സൈസിൽ കട്ട് ചെയ്ത കെമിക്കലിൽ മുക്കിയ ശേഷം ഗ്രാഫ്റ്റിംഗ് ചെയ്തെടുക്കുന്നു. മറ്റൊരു കെമിക്കലിൽ അറ്റം മുക്കിയെടുത്ത ഈ കമ്പുകൾ അറക്കപ്പൊടി മിക്സ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. കമ്പുകൾ വേര് പിടിക്കുന്നതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വേര് പിടിച്ച കമ്പുകൾ കൃഷിയിടത്തിലേക്ക് നടാനായി കൊണ്ടുപോകുന്നു. മാസങ്ങൾ കൊണ്ട് വളർന്നു വലുതാകുന്ന മുന്തിരിപ്പഴങ്ങൾ വൈൻ ഉണ്ടാക്കുന്നതിനു വേണ്ടി വിളവെടുക്കുന്നു. മുന്തിരിപ്പഴങ്ങൾ കഴുകി ക്രഷിംഗ് മെഷീനിൽ നന്നായി ക്രഷ് ചെയ്തെടുക്കുന്ന മുന്തിരിച്ചാറിലേക്ക് ഫെർമെന്റേഷൻ നടക്കാനായി ഈസ്റ്റ് ആഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ് ആൽക്കഹോൾ കൂടി ആഡ് ചെയ്ത് മുന്തിരിച്ചാർ കൂടുതൽ പ്രസ് ചെയ്ത് ജ്യൂസാക്കി മാറ്റുന്നു. ഈ ജ്യൂസ് വേർതിരിച്ച് പുതിയ വലിയ ജാറുകളിലേക്കും വുഡൻ ബാരലുകളിലേക്കും മാറ്റി സൂക്ഷിച്ചു വെക്കുന്നു. കാലങ്ങൾ കഴിയുന്തോറും ഇത് വീര്യം കൂടി വൈനായി മാറുന്നു. നമ്പർ 2. കാഷ്യൂ നട്ട്സ്. അണ്ടിപ്പരിപ്പ് ഇഷ്ടമല്ലാത്തവരായി ആരാണുള്ളത്? കശുമാവിൽ നിന്നാണ് കാഷ്യൂ നട്ട്സ് ഉണ്ടാകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. വെറുതെ കശുമാവിൽ നിന്ന് പറിച്ചു തിന്നാൽ വാ മുഴുവൻ പൊള്ളിപ്പോകും. അനാകാർഡിക് ആസിഡ് ആണ് ഇതിന് കാരണം. കശുമാവിൽ നിന്ന് ശേഖരിച്ച പഴങ്ങളിൽ നിന്നും കാഷ്യൂ വേർതിരിച്ചെടുക്കുന്നതാണ് ആദ്യ സ്റ്റെപ്പ്. ഇങ്ങനെ കിട്ടിയ നട്ട്സ് മുഴുവൻ വെയിലത്തുണക്കുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഉണക്കിയ നട്ട്സ് ഹൈ ടെമ്പറേച്ചർ സ്റ്റീമിൽ ചൂടാക്കിയെടുക്കുന്നു. ഇതിന്റെ വീര്യം കുറയ്ക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂടാക്കിയെടുത്ത നട്ട്സ് ഒരു കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തൊണ്ട് വേർതിരിച്ചെടുക്കുന്നു. ഇപ്പോഴും നമ്മുടെ നട്ട്സ് മേക്കിംഗ് പൂർണ്ണമായിട്ടില്ല. ഈ നട്ട്സ് മുഴുവൻ ഒരു ചേമ്പറിൽ നിറച്ച് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റിംഗിന് ശേഷം കശുവണ്ടിയുടെ പുറമേയുള്ള നേർത്ത തൊലി കൂടി കളഞ്ഞ് ക്ലീൻ ആക്കിയാൽ മാത്രമേ അവൻ കംപ്ലീറ്റ് റെഡി ആവുകയുള്ളൂ. ഇങ്ങനെ തയ്യാറാക്കിയ കാഷ്യൂ നട്ട്സ് ഇനി പാക്ക് ചെയ്യേണ്ട താമസം കൂടിയുള്ളൂ. കാഷ്യൂ നട്ട് ലവേഴ്സ് ഉണ്ടോ? നമ്പർ 1. പോപ്പുലർ ഡ്രിങ്ക്. ചൂടുകാലമല്ലേ, ഒരു തണുത്ത മാംഗോ ഫ്രൂട്ടി ആയാലോ? ആഹാ, മാംഗോ ഫ്രൂട്ടിൽ നിന്നും മാംഗോ ഫ്രൂട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നറിയാമോ? കർഷകരുടെ വലിയ മാംഗോ ഫാമുകളിൽ നിന്നും മൂപ്പെത്തിയ മാങ്ങാപ്പഴങ്ങൾ ശേഖരിക്കുന്നതാണ് ഇതിന്റെ തുടക്കം. ശേഖരിച്ച മാങ്ങ മുഴുവൻ വലിയ ബാസ്ക്കറ്റുകളിലാക്കി ഫാക്ടറികളിൽ എത്തിക്കുന്നു. ഇവിടെ മാംഗോ മുഴുവൻ നന്നായി പഴുക്കാനായി 5-6 ദിവസം പൈനിങ് ചേമ്പറുകളിൽ അടച്ചു സൂക്ഷിക്കുന്നു. നന്നായി പഴുത്ത മാമ്പഴങ്ങൾ ഒരു കൺവെയർ ബെൽറ്റിലൂടെ സഞ്ചരിച്ച് കുളിച്ച് കുട്ടപ്പന്മാരാക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. വൃത്തിയായി കഴുകിയ മാംഗോ അറ്റം ചെത്തിക്കളഞ്ഞ് ജ്യൂസ് എക്സ്ട്രാക്ഷൻ യൂണിറ്റിലേക്ക് പറഞ്ഞുവിടുന്നു. പൂർണ്ണമായും മെഷീനുകൾ കൈകാര്യം ചെയ്യുന്ന ഇവിടെ മാംഗോകളിൽ നിന്ന് കട്ടിയുള്ള പൾപ്പ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഈ പൾപ്പ് വെള്ളത്തോടും സിട്രിക് ആസിഡും ചേർത്ത് കൂടുതൽ ജ്യൂസ് ആക്കി മാറ്റുന്നു. ഈ ജ്യൂസ് പിന്നീട് മെഷീൻ തന്നെ കുപ്പികളിലേക്ക് നിറയ്ക്കുമ്പോൾ നമ്മുടെ എല്ലാം ഫേവറേറ്റ് മാംഗോ ഫ്രൂട്ടി റെഡിയായി. ഇന്ന് കണ്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേക്കിംഗ് ഏതാണ്? ഇതുപോലുള്ള രസകരമായ വിശേഷങ്ങളും ഫാക്ച്വൽ വീഡിയോസുമായി വീണ്ടും വരാം.
See you soon.